ആ വിശ്വസ്തൻ്റെ കരം നിനക്ക് വേണ്ടി നീളുകയാണ്. ഞാൻ തീരാൻ പോവാ, ഇല്ല ഞാൻ തീരത്തില്ലെന്നേ. ഇന്ന് എന്തെങ്കിലും ഒരു വിഷയം ഉണ്ടെങ്കിൽ അതിൻ്റെ മുകളിൽ നിനക്ക് വേണ്ടി ഒരു വഴി. കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, ഈ ദിവസം, ഈ വ്യാഴാഴ്ച കർത്താവിൽ വലിയത് കണ്ട്, കർത്താവ് നടത്തിയ വിധങ്ങൾക്ക് നന്ദി പറഞ്ഞ്, എൻ്റെ ജീവിതത്തിൽ യേശു കർത്താവ് എനിക്ക് വേണ്ടി ചെയ്തു തന്നതിന് നമുക്ക് നന്ദി പറയാം. നന്ദിയുള്ള ഹൃദയത്തോടെ, ഞാൻ എന്തോ ചെയ്തെന്നല്ല, കർത്താവ് എനിക്ക് വേണ്ടി, യേശു എനിക്ക് വേണ്ടി പ്രവർത്തിച്ചു. എൻ്റെ ജീവിതത്തിൽ ലഭിച്ച സകല നന്മകളും കർത്താവിനാൽ എനിക്ക് ലഭിച്ചു. ഞാൻ അനുഗ്രഹിക്കപ്പെടുവാനുള്ള കാരണം യേശു എൻ്റെ കൂടെ ഇരുന്നത് കൊണ്ട്, എനിക്ക് വേണ്ടി അത്ഭുതം ചെയ്തതുകൊണ്ട് ഞാൻ അനുഗ്രഹിക്കപ്പെട്ടു എന്ന് വാ കൊണ്ട് വിളിച്ചു പറയാം. ഇന്ന് ഒത്തിരി ആവശ്യങ്ങളുടെ മുമ്പിലായിരിക്കും നിൽക്കുന്നത്, എങ്കിലും അതിൻ്റെ മുമ്പിലും കർത്താവ് നടത്തിയ വിധങ്ങൾക്ക് നമുക്ക് നന്ദി പറയാം. നന്ദി യേശുവേ, നന്ദി കർത്താവേ, നന്ദി യേശുവേ, നന്ദി പരിശുദ്ധാത്മാവേ, എന്നെ സഹായിച്ച എല്ലാത്തിനും നന്ദി പരിശുദ്ധാത്മാവേ. എൻ്റെ ജീവിതത്തിൽ എനിക്ക് ലഭിച്ച സകലതും ഞാൻ നന്ദി പറയുമ്പോൾ, എനിക്ക് ലഭിച്ച കുടുംബം, എനിക്ക് ലഭിച്ച തലമുറ, എനിക്ക് ലഭിച്ച ഭവനം, എനിക്ക് ലഭിച്ച വാഹനങ്ങൾ, എനിക്ക് ആരോഗ്യം, എനിക്ക് ലഭിച്ച സകല സൗഖ്യങ്ങളും, എനിക്ക് ലഭിച്ച യേശുവിൻ്റെ നാമം, ആമേൻ, എല്ലാത്തിനും നന്ദി പറഞ്ഞാട്ടെ. മറ്റൊരു നാമമില്ല, ഒരേ ഒരു നാമം, ആമേൻ, പുതിയ നിയമത്തിൻ്റെ മധ്യസ്ഥനായ യേശു ക്രിസ്തു, ആമേൻ. ഇന്ന് ഈ പിതാവിൻ്റെ അടുക്കൽ ഇരിക്കുമ്പോൾ നമുക്ക് ആ യേശുവിനെ നന്ദി പറഞ്ഞുകൊണ്ട്, ആമേൻ, തൻ്റെ ജീവനെ തന്ന് എന്നെ വിലയ്ക്ക് വാങ്ങിയതിന് നന്ദി പറഞ്ഞാട്ടെ. നമുക്ക് ഒരുമിച്ച്, നമ്മളിതൊരു കുടുംബമാണ്, കുടുംബം മുഴുവൻ നമുക്ക് ഒരുമിച്ച് നന്ദി പറയാം. കർത്താവ് നടത്തിയ വിധങ്ങൾക്ക് ഈ വ്യാഴാഴ്ച വരെ ദൈവം നമ്മളെ കരത്തെ പിടിച്ച്, നമ്മളെ അത്ഭുതത്തോടെ, നമ്മൾ ചിന്തിക്കുന്നതിനപ്പുറത്ത് ദൈവം നമ്മളെ നടത്തി. പ്രിയമുള്ളവരെ, ആമേൻ, നമുക്ക് ഒരുമിച്ച് ഒരിക്കൽ കൂടെ നന്ദി പറഞ്ഞ്, നന്ദി യേശുവേ, നന്ദി കർത്താവേ. ഇന്നിത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ, നന്ദി പറയുമ്പോൾ, നിങ്ങൾക്ക് ഒരിക്കലും ചുമക്കാൻ മേലാത്ത ഒരു വിഷയത്തിലിരിക്കുകയാണെങ്കിലും നമുക്ക് അതിൻ്റെ അകത്ത് ഒരു നന്ദി പറഞ്ഞ്, കർത്താവേ, നടത്തിയ വിധങ്ങൾക്ക് നന്ദി, നിനക്ക് വേണ്ടി വലിയൊരു അത്ഭുതം നമുക്ക് വേണ്ടി, ആമേൻ, ഞാൻ ആരുമല്ലല്ലോ, ആമേൻ, പരിശുദ്ധാത്മാവ് സംസാരിക്കുന്നത് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാം. നമുക്ക് വേണ്ടി വലിയൊരു നന്മ, വലിയൊരു അത്ഭുതം, ഒരിക്കലും ചിന്തിക്കാത്തൊരത്ഭുതം. ഭാരപ്പെടേണ്ട, പ്രയാസപ്പെടേണ്ട, കർത്താവ് നമുക്ക് വേണ്ടിയുണ്ട്. ആമേൻ, ഒന്ന് പറഞ്ഞേ, എനിക്ക് വേണ്ടി ഒരു പുതുവഴി തുറക്കാൻ പോവാണ്, പുതിയ വഴി. നന്ദി പറയുമ്പോൾ ആ പുതിയ വഴിയൊക്കെ ഒന്ന് കണ്ട്, ആമേൻ, ചില അടഞ്ഞ വാതിലൊക്കെ ആയിരിക്കും മുമ്പിലുള്ളത്, ഇല്ല, അത് തുറക്കാൻ പോവാ. എനിക്ക് വേണ്ടി വലുതും വിശാലമായ ഒരു വാതിൽ കർത്താവ് എനിക്ക് വേണ്ടി തുറക്കാൻ പോകും. ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ, ആമേൻ, നിങ്ങളുടെ ജീവിതത്തിൽ കർത്താവ് പ്രവർത്തിക്കുകയാണ്, നിങ്ങൾക്ക് വേണ്ടി കർത്താവ് പ്രവർത്തിക്കുകയാണ്, നിങ്ങൾക്ക് വേണ്ടി സ്വർഗത്തിൻ്റെ കരം ഇറങ്ങി പ്രവർത്തിക്കുകയാണ്. ഇത് കേൾക്കുമ്പോൾ തന്നെ, ആമേൻ, മറ്റുള്ളവർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുത്താട്ടെ. ആമേൻ, ഇന്ന് ഈ വ്യാഴാഴ്ച തകർച്ചയിലിരിക്കുന്നവർ, ശൂന്യതയിലിരിക്കുന്നവർ, ഇനി എങ്ങനെ ആ ജീവിതമെന്ന് ചിന്തിക്കുന്നവർ, ആത്മഹത്യയുടെ വക്കിലിരിക്കുന്നവർ, തലമുറയെക്കുറിച്ച് ഭാരപ്പെട്ടിരിക്കുന്നവർ അനേകർ നമ്മളെ കേൾക്കുകയാണ്. ആ കേൾക്കുമ്പോൾ, ആമേൻ, അവരുടെ ജീവിതത്തിൽ യേശു ഉണ്ടെന്നുള്ളൊരു ഉറപ്പ് അവർക്ക് ലഭിക്കട്ടെ. നന്ദി പറയുവാനുള്ള അവസരങ്ങൾ, സാക്ഷ്യങ്ങൾ, ആമേൻ, ചിന്തിക്കുന്നതിൻ്റെ അപ്പുറത്ത് കർത്താവ് പ്രവർത്തിക്കാൻ മതിയായവനാണ്. ദൈവവചനത്തിൽ 1 കൊരിന്ത്യർ അതിൻ്റെ 10-ാം അധ്യായം അതിൻ്റെ 13-ാം വാക്യം, മനുഷ്യർക്ക് നടപ്പല്ലാത്ത പരീക്ഷ നിങ്ങൾ നേരിട്ടിട്ടില്ല, ദൈവം വിശ്വസ്തൻ, നിങ്ങൾക്ക് കഴിയുന്നതിന് മീതെ പരീക്ഷ നേരിടുവാൻ സമ്മതിക്കാതെ നിങ്ങൾക്ക് സഹിപ്പാൻ കഴിയേണ്ടതിന് പരീക്ഷയോടുകൂടെ അവൻ പോക്കുവഴിയും ഉണ്ടാക്കും. ആമേൻ, എങ്ങനെ? ആമേൻ, പരീക്ഷയോടുകൂടെ ഒരു പോക്കുവഴിയും ഉണ്ടാക്കും. എങ്ങനെയെന്ന് ചിന്തിക്കുമ്പോൾ, ചില വിഷയത്തിൽ കുടുങ്ങിക്കിടക്കുമ്പോൾ ദൈവവചനം പറയാണ്, മനുഷ്യർക്ക് നടപ്പല്ലാത്ത പരീക്ഷ നിങ്ങൾ നേരിട്ടിട്ടില്ല, അപ്പം ഏത് വിഷയമാണെങ്കിലും, ആമേൻ, അത് എനിക്ക് ഓവർകം ചെയ്യാൻ പറ്റും, എനിക്ക് അതിൻ്റെ അപ്പുറത്ത് വരാൻ കഴിയും എന്ന് വിശ്വസിച്ച്, ആമേൻ, ആമേൻ, ഒരു വിഷയത്തിലും നീ തീർന്നു പോകത്തില്ല, എനിക്ക് വേണ്ടി കർത്താവ് പ്രവർത്തിക്കും. അതുകൊണ്ടാണ് വചനം പറയാണ്, ദൈവം വിശ്വസ്തൻ, വിളിച്ച ദൈവം, വേർതിരിച്ച ദൈവം, തെരഞ്ഞെടുത്ത ദൈവം വിശ്വസ്തൻ തന്നെയാണ്. അപ്പോൾ ആ വിശ്വസ്തത
ഒരിക്കലും മാറിപ്പോകത്തില്ല. എന്നിട്ട് പറയുകയാണ്, നിങ്ങൾക്ക് കഴിയുന്നതിന് മീതെ പരീക്ഷ നേരിടുവാൻ സമ്മതിക്കാതെ. ഒരു പക്ഷേ അയ്യോ ഞാൻ തീരാൻ പോവാ, എന്നെ ആരും ഹെൽപ്പ് ചെയ്യാത്ത എന്താ, ഒരിക്കലും തീരത്തില്ല. ആമേൻ. തീരാനല്ല ദൈവം നിന്നെ വിളിച്ചത്. ആമേൻ. നിനക്ക് വേണ്ടി ആ വിശ്വസ്തൻ്റെ കരം നീളുകയാണ്. ആ വിശ്വസ്തൻ്റെ കരം നിനക്ക് വേണ്ടി നീളുകയാണ്. ഒരിക്കലും നിന്നെ കൈവിടത്തില്ല. ആമേൻ. നീ തീർന്നു പോകത്തില്ല. കൊണ്ട് ഇന്ന് രാവിലെ ചിലപ്പോൾ ചിന്തിച്ചു കാണും, ഇന്നും പല വാക്കുകൾ പറഞ്ഞു കാണും, ഞാൻ തീരാൻ പോവുക. ഇല്ല, ഞാൻ തീരത്തില്ലെന്നേ. ഞാൻ യേശുവിലാണെന്ന്, എനിക്ക് വേണ്ടി കർത്താവ് ഉണ്ടെന്ന് കൊണ്ടൊന്നൊന്ന് ഡിക്ലെയർ ചെയ്തേ. കർത്താവ് പ്രവർത്തിക്കാൻ മതിയായവനാ. വചനം പറയാണ്, അവൻ വിശ്വസ്തനാണ്. ആമേൻ. നിനക്ക് സഹിക്കാൻ മേലാത്തത് നിൻ്റെ ജീവിതത്തിൽ വരത്തില്ല. അവൻ്റെ വിശ്വസ്തത നിൻ്റെ കൂടെ ഉണ്ട്. നിനക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന അത്ഭുതത്തിൻ്റെ കരം ഇന്ന് ഈ ദിവസം കർത്താവ് നിനക്ക് വേണ്ടി പ്രവർത്തിക്കും. നീ ഭാരപ്പെടുന്ന വിഷയത്തിൽ, നീ കരയുന്ന വിഷയത്തിൽ, നീ ചോദിക്കുന്ന കാര്യത്തിൽ കർത്താവ് ചെയ്യാൻ വിശ്വസ്തനത്രേ. എന്നിട്ട് പറയുകയാണ്, ആമേൻ, ഇന്ന് എന്തെങ്കിലും ഒരു വിഷയമുണ്ടെങ്കിൽ അതിൻ്റെ മുകളിൽ നിനക്ക് വേണ്ടി ഒരു വഴി, പോക്കുവഴി ഒരുക്കിയിട്ടുണ്ടെന്ന്. ആമേൻ. വഴിയില്ലെന്ന് പറഞ്ഞിരിക്കരുത്. ഇന്നൊരു വഴി കാണാൻ പോവുക. ഇന്ന് എനിക്ക് നിങ്ങൾക്കും വേണ്ടി ഒരു അത്ഭുത വഴി കർത്താവ് തുറക്കുകയാണ്. ആമേൻ. ഒരു വഴി തുറന്നിട്ടുണ്ടെന്നേ. ആമേൻ. ഒരു ആമേനൊക്കെ പറഞ്ഞ് ഏറ്റെടുത്താട്ടെ. അതിന് തൊട്ട് മുമ്പുള്ള വാക്യം പറയാണ്, 12ാമത്തെ വാക്യം, ആകയാൽ താൻ നിൽക്കുന്നു എന്ന് ഞാൻ ഇതെല്ലാം ഞാനുള്ളത് കൊണ്ടാണ്, അല്ല, കർത്താവ് എൻ്റെ കൂടെ ഉള്ളത് കൊണ്ട്, ആ വിശ്വസ്തൻ എനിക്ക് വേണ്ടി പ്രവർത്തിക്കാനുള്ളത് കൊണ്ട്. അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ പറഞ്ഞത്, നമുക്ക് ഇന്നത്തെ ദിവസം നന്ദി പറയാം. കർത്താവിന് നന്ദി പറയാം. നടത്തിയ എല്ലാ വിധങ്ങൾക്കും നന്ദി പറയാം. വചനം പറയണം, ആകയാൽ താൻ നിൽക്കുന്നു എന്ന് തോന്നുന്നവൻ വീഴാതിരിപ്പാൻ നോക്കിക്കൊള്ളട്ടെ. നമ്മൾ സ്വയമായിട്ട് നിൽക്കാതെ ആ ഹൃദയത്തിൽ നിൻ്റെ കൃപ എനിക്ക് മതിയെന്ന് അതിലൊന്ന് ഉറച്ചേ, അതിലൊന്ന് കണ്ടേ. എബ്രായർക്ക് ലേഖനത്തിൽ പറയണം, നിങ്ങളുടെ അകത്ത് ഹൃദയത്തിൽ ഉറയ്ക്കേണ്ട ഒരു കാര്യം, ഞാൻ കൃപയാലാണായിരിക്കുന്നത്. എന്നെ തിരഞ്ഞെടുത്തത് കർത്താവാണ്, എന്നെ നിർത്തിയത് കർത്താവാണ്. കൊണ്ടൊന്ന് വിളിച്ചു പറഞ്ഞേ, എൻ്റെ കഴിവല്ല, എൻ്റെ യേശു എന്നെ തിരഞ്ഞെടുത്തുകൊണ്ടാണ് ഞാൻ നിൽക്കുന്നത് എന്ന് കൊണ്ട് പറയുമ്പോൾ വലിയൊരു ദൈവപ്രവൃത്തി, വലിയൊരു അത്ഭുതത്തിൻ്റെ കരം എനിക്ക് നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുകയാണ്. ഭാരപ്പെടേണ്ട. ഇന്നത്തെ ദിവസം ആമേൻ, നിനക്ക് ആമേൻ വലിയൊരു വാതിൽ കർത്താവ് തുറക്കുകയാണ്, ഒരു പോക്കുവഴി തുറക്കുകയാണ്. ഇന്നലെ വരെ ഭാരപ്പെട്ട വിഷയങ്ങളിൽ ഇന്ന് ഒരു വഴി കർത്താവ് തുറക്കുകയാണ്. ഏറ്റെടുത്താട്ടെ. സാമ്പത്തികമായ വിഷയത്തിൽ, ജോലി കാര്യത്തിൽ, തലമുറയുടെ കാര്യത്തിൽ പുതിയൊരു വഴി കർത്താവ് തുറക്കുകയാണ്. ഇന്നത് ഏറ്റെടുത്താട്ടെ. എൻ്റെ ദൈവം സർവശക്തൻ, എൻ്റെ ദൈവം സർവശക്തൻ, എൻ്റെ ദൈവം സർവശക്തൻ. ഒരിക്കലും എന്നെ കൊണ്ട് പറ്റുമെന്ന് പറഞ്ഞ് അവസാനിപ്പിക്കരുത്. ആമേൻ. എന്നെ സഹായിക്കാൻ പരിശുദ്ധാത്മാവുണ്ടെന്ന് കൊണ്ട് പറഞ്ഞാട്ടെ. അതെ, ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ആമേൻ. ഇന്ന് ഈ ദിവസം ജയത്തിൻ്റെ ദിവസമാണ്. ഇന്ന് ഈ ദിവസം ഞാൻ സ്വയമായിട്ട് ഒത്തിരി കാര്യങ്ങൾ ചെയ്യാൻ പ്ലാൻ ചെയ്തതാ. ഇല്ലില്ല, ഞാൻ ഒറ്റയ്ക്കല്ല, എനിക്ക് വേണ്ടി പരിശുദ്ധാത്മാവുണ്ട്. ആമേൻ. ആമേൻ. യേശു തന്ന പരിശുദ്ധാത്മാവ്, ആ പരിശുദ്ധാത്മാവ് നമ്മളെ നടത്തുമാറാകട്ടെ. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. നല്ലവനും വിശ്വസ്തനുമായ കർത്താവേ, ഞങ്ങൾ ഒരുമിച്ച് അങ്ങയുടെ സന്നിധിയിലേക്ക് വരികയാണ്. അപ്പാ, ഇന്നത്തെ ദിവസം അപ്പാ ഞങ്ങൾക്ക് കഴിയാത്തതിൻ്റെ അപ്പുറത്ത് ചെയ്യുവാൻ തുറക്കുന്നൊരു പുതിയ വഴി, ആ വഴിക്കായി ഞാൻ നന്ദി പറയുകയാണ്. കർത്താവ്, ഞങ്ങൾക്ക് ഒറ്റയ്ക്ക് പറ്റത്തില്ല. ഞങ്ങൾക്ക് ഒരു സഹായകനായി ഞങ്ങൾക്ക് ഒറ്റയ്ക്ക് പറ്റത്തില്ലല്ലോ കർത്താവേ. അതിനാണല്ലോ യേശുവേ അങ്ങ് പരിശുദ്ധാത്മാവിനെ ഞങ്ങൾക്ക് തന്നത്. ആ പരിശുദ്ധാത്മാവിനാൽ നടക്കത്തില്ലെന്ന് പറഞ്ഞ കാര്യം ഇന്ന് എനിക്ക് ചെയ്യാൻ സാധിക്കും. എൻ്റെ കർത്താവ് എനിക്ക് വേണ്ടിയുള്ളത് കൊണ്ട് ഞാൻ അത്ഭുതം കാണും. ഇന്നത്തെ ദിവസം ഞാൻ ജയത്തോടെ നടക്കും. അത്ഭുതത്തിൻ്റെ ദിവസമാക്കി കർത്താവ് പുതുവഴികൾ തുറന്നതിനായി നന്ദി. അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിൻ്റെ പുണ്യനാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. ഗോഡ് ബ്ലെസ് യു. ഈ സന്ദേശം എല്ലാ ദിവസവും രാവിലെ വരുന്ന ഈ പ്രോഗ്രാം നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹമാണെങ്കിൽ മറ്റുള്ളവർക്ക് യൂട്യൂബ് ലിങ്ക് നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ടല്ലോ, അത് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക. അത് അവരുടെ ജീവിതത്തിൽ അനുഗ്രഹമായി തീരട്ടെ. ഈ മാസം, ഈ ജൂലൈ മാസം നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതത്തിൻ്റെ അടയാളത്തിൻ്റെ ദിവസങ്ങളാണ്. ആമേൻ. കർത്താവ് നമുക്ക് വേണ്ടി പ്രവർത്തിക്കാനുണ്ട്. സർവശക്തനായ ദൈവം നമുക്ക് വേണ്ടിയുണ്ട്. കർത്താവ് എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ സാക്ഷ്യങ്ങൾ നിങ്ങൾക്ക് അയക്കാം. ഇത് കേട്ട വചനം ഏറ്റെടുക്കുന്നവർക്ക് ആമേൻ, അതിനെ ഒരു ആമേനൊക്കെ പറഞ്ഞ് കമൻ്റ് ഇടാം. ഗോഡ് ബ്ലെസ് യു. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നിങ്ങൾക്ക് ഈ സന്ദേശങ്ങൾ അനുഗ്രഹമാണെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ ഇടുക. മറ്റു കാര്യങ്ങൾക്ക്, പ്രാർത്ഥനാ വിഷയങ്ങൾക്കും മറ്റെന്തെങ്കിലും ആവശ്യങ്ങൾക്കും നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യുവാൻ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. ഗോഡ് ബ്ലെസ് യു. നാളെ രാവിലെ നമുക്ക് വീണ്ടും കാണാം. കർത്താവ് അനുഗ്രഹിക്കട്ടെ.